പക്ഷേ മാനവികതയെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വാചാലപ്പെടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ കുറേയധികം സഖാക്കൾ. മുരുകൻ കാട്ടാക്കടയുടെ കവിത പോലുമുണ്ട്. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നു അതാണ് മാർക്സിസം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ടി കെ ഗോവിന്ദന് നേരെ ഉണ്ടായിട്ടുള്ള കൂവി വിളികൾ, സഖാക്കളുടെ കൂവി വിളികൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്തിയപ്പോൾ അവിടെ ഈ സാധനങ്ങളൊന്നും അപ്ലിക്കബിൾ ആവുന്നില്ല. ഏത് ഈ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നു അതാണ് മാർക്സിസം. അദ്ദേഹത്തെ കൂവിക്കൊണ്ടാണ് അവിടെ വരവേറ്റത്. ഈ കൂവൽ എന്ന് പറയുന്നത് പാർട്ടിയുടെ സഖാക്കളുടെ അപജയമാണോ അതോ ഈ ടി കെ ഗോവിന്ദന് സംഭവിച്ച അപജയമാണോ? അല്ല, അത് സഹാക്കളുടെ തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഗോവിന്ദൻ്റെ തകരാറല്ല. എന്തുകൊണ്ട്? നമ്മൾ കേരളത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിച്ചാൽ ഒന്ന് രണ്ട് ജില്ലകൾ കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് ജില്ലകൾ എന്ന് പറഞ്ഞാൽ കണ്ണൂരും അതേപോലെ കോഴിക്കോടും കഴിഞ്ഞാൽ, കോഴിക്കോട്ടിലൊക്കെ തന്നെ വരുമ്പോഴേക്കും കുറേയൊക്കെ CPM ലിബറലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള ജില്ലകളിലൊക്കെ CPM ലിബറലൈസ് ചെയ്യപ്പെട്ടു. ഇവിടെ ആരും അങ്ങനെ പുറത്തു പോകുന്ന ഒരാളെ പോകാനായിട്ട് നിൽക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് മനസ്സിലായി. കാരണം ജി സുധാകരനെ ആരും കൂവിയില്ല. കണ്ണൂരായിരുന്നു അതായിരുന്നു സ്ഥിതി, അല്ലല്ല. അപ്പോൾ കുഴപ്പം ആരുടേതാണ്? ടി കെ ഗോവിന്ദൻ്റെ അല്ല, CPM സഹാക്കളുടെ. സഹാക്കൾ മാറണം, സഹാക്കൾ ജനാധിപത്യവൽക്കരിക്കപ്പെടണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. കാരണം ഇങ്ങോട്ടുള്ള ജില്ലകളിലൊന്നും ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെയൊന്നും ഒരു സംഘടന പോലും ഇല്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. എന്നിട്ട് CPM സീറ്റ് പറയുന്നുണ്ട്? ഇല്ലില്ല. വടക്കാ 2 ജില്ല കഴിഞ്ഞാൽ പിന്നീട് സീറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ അല്ലേ. അവിടേക്ക് CPM ജയിക്കുന്നുണ്ടല്ലേ. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇല്ലാതെയും അവർക്ക് ജയിക്കാൻ പറ്റും എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ആരുടെയാണ്? സഹാക്കളുടേതാണ്. സഹാക്കളെ അത്തരത്തിലാക്കി തീർക്കുന്നതായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൻ്റെതാണ്. നമുക്ക് ദേഷ്യമൊക്കെ തോന്നും, നമ്മളുടെ കൂടെ നിന്നൊരാൾ പെട്ടെന്ന് പോയ അപ്പുറത്തേക്ക് നമുക്ക് ദേഷ്യമൊക്കെ തോന്നും, സ്വാഭാവികമായിട്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടാണ് പെരുമാറേണ്ടതും പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ഐഷ പൂറ്റിയൊക്കെ ചെയ്ത് വലിയ നെറിവേടാണ് എന്ന് വിശ്വസിക്കുന്ന എത്രയോ സഹാക്കളുണ്ട്. പക്ഷേ അവരാരും പോയി ഐഷ പൂറ്റിനെ പോകാൻ പോകുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത ഒരു പ്രദേശമാണ് മലബാറിലെ കണ്ണൂരും കോഴിക്കോടും. കോഴിക്കോടിനെ കുറച്ചും കൂടി അതിനകത്ത് മാറ്റി വരുന്നത്. കണ്ണൂർ അങ്ങനെയാണ്. കണ്ണൂർ മാറണവർ, കണ്ണൂർ അവർ മാറിയാൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. സഹാക്കളാണ് മാറേണ്ടത്, ഗോവിന്ദനല്ല. ഗോവിന്ദൻ പാർട്ടി മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സഹാക്കൾ മാറേണ്ടത് അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പാർട്ടിക്കകത്ത് നിന്നിരുന്ന നേതാക്കളും സഹാക്കളൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും അവർക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവാദാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യകത കണ്ണൂരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആരോഗ്യമായിട്ട് സംസാരിച്ച സമയത്ത്, നേരത്തെ എറണാകുളം ജില്ലയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായ സമയത്ത് MV ഗോവിന്ദനെ എറണാകുളം ജില്ലയുടെ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് നിശ്ചയിക്കുകയും കുറേ ആളധികം ഇവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ കണ്ണൂരിലെ സെക്രട്ടറിയെ മാറ്റണം. പകരം തെക്കൻ ജില്ലകളിൽ നിന്ന് ഏതെങ്കിലും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ നിന്ന് ഒരു സഖാവിനെ കൂടെ അവിടുത്തെ സെക്രട്ടറി ആക്കി വെക്കണം. അങ്ങനെ വെച്ചാൽ ഇതിന് കുറച്ചൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി മാറിപ്പോകുന്നതിനെ ന്യായീകരിച്ചിട്ടല്ല, പാർട്ടി മാറിപ്പോകുന്നതിനെ എതിർക്കണം. അത് പാർട്ടിയുടെ സ്വഭാവമാണ്. ഇത് വളരെ വേദനാജനകമായിട്ടൊരു കാഴ്ചയായിരുന്നു. അദ്ദേഹവും ഭാര്യയും തളിപ്പറമ്പിൽ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ ചുറ്റും നിന്ന് അദ്ദേഹത്തെ കൂവി തോൽപ്പിക്കുകയാണ്, കൂവി ആദരിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. എത്രയോ കാലം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ, കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ച ഒരാളാണ് ഈ ടി കെ ഗോവിന്ദൻ. അയാൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എന്ന് പറയുന്നത്. മാഷ് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു ഫാസിസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ രൂപപ്പെടുന്നതാണല്ലോ. ഇപ്പം ടി കെ ഗോവിന്ദന് മാത്രമല്ല, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകം കൈപ്പറ്റിയ ഒരാളുടെ വീട്, ആ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറ് കത്തിച്ചു കളഞ്ഞു. അതെ, പുരുഷൻ്റെ വീട്. അതെ, പുരുഷനൊക്കെ എത്രയോ നല്ല പാർട്ടി സഹായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പാർട്ടിയെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിക്ക് ഉത്തരവാദിത്വം ബാധ്യതയുണ്ട്. അതിൻ്റെ രീതി ഇതല്ല എന്നുള്ളതാണ്
നമുക്ക് പറയാനുള്ള കാര്യം. പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അയാളെ നല്ലതാണെന്ന് പറയാൻ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല, അയാളെ എതിർക്കാതിരിക്കേണ്ട കാര്യമില്ല. അയാളെ എതിർക്കണം. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് വിശ്വാസവഞ്ചനയാണ് നടത്തിയിരിക്കുന്നത് ബോധ്യപ്പെടും. അതിന് പക്ഷേ കൂവൽ, കല്ലെറിയൽ, മതിൽ പൊളിക്കൽ, കാറ് കത്തിക്കുക അതൊന്നുമല്ല എന്ന് സഹാക്കളെ പഠിപ്പിക്കേണ്ടതൊരാവശ്യമാണ്. ഞാൻ പറഞ്ഞത് അതില്ല, ഇവിടെയൊന്നുമില്ല. അതാരാണ് പഠിപ്പിക്കുക? മറ്റേ അവിടെ അല്ലാണ്ട് മറ്റു ജില്ലകളിലൊക്കെ പോയില്ല. ഇപ്പോൾ നമുക്ക് കണ്ടല്ലേ പോയ ആൾക്കാരൊക്കെ. റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരുത്തൻ എല്ലാ ദിവസവും വന്നിരുന്നു CPM വേണ്ടി സംസാരിച്ച ഒരുത്തൻ. അപ്പം BJP പോയി, അവൻ ആരാണ് അന്വേഷിക്കാൻ? നീ എവിടെയെങ്കിലും പോകണമെന്നോ? ഈ ഒരു സമീപനം എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഡെമോക്രാറ്റിക് ആയി മാറേണ്ടത് ആവശ്യമാണ്. ആ ഡെമോക്രസിയുടെ അഭാവത്തിലാണ് കണ്ണൂരിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരിക്കലും ശരിയായ കാര്യമല്ല. ഈ ഞാൻ പറഞ്ഞത് ഈ എന്താണ് നമ്മുടെ ഗോവിന്ദൻ്റെ ഭാര്യ രമണി അല്ലേ, ആ രമണി സഹാവ് ഇപ്പോഴും സഹാവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് പ്രശ്നങ്ങൾ തീർത്ത് അവരെ ന്യൂട്രലൈസ് ചെയ്യാം. അപ്പോൾ അവർ ഫോണിൽ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വരെ ഇങ്ങനെ നിരന്ന് പോവുക, ശത്രുത ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായ വഴിയല്ല എന്നവരെ പഠിപ്പിക്കാൻ ഇനി ഒരുപാട് കാലം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, TP 51 വെട്ടി കൊന്നിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ അതൊക്കെ മാറണം. അത് മാറാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടല്ലോ. ഇവിടെ ആരാണ് ഇപ്പോൾ ഈ എറണാകുളത്തൊക്കെ വലിയ പാർട്ടി സംഘർഷങ്ങളുണ്ടായിരുന്ന സ്ഥലം. ഇപ്പം ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല, മനസ്സിലായി? പൂർണ്ണമായിട്ടും ജനാധിപത്യവൽക്കരിക്കപ്പെടും നല്ല രീതിയിലാണെന്നും പറയാൻ പറ്റില്ല. എറണാകുളം ജില്ലയിൽ പാർട്ടി തന്നെ ഇല്ലാണ്ടായിപ്പോയി. അത്രമാത്രം വലിയ വിഭാഗീയ പ്രവർത്തനം നടന്ന് ഇവിടുത്തെ CIT നേതാക്കളെ മുഴുവനും വെട്ടി നിരത്തി ശരിപ്പെടുത്തിയാണ്. ആ പാർട്ടി ഇപ്പോൾ പഠിക്കുന്നുണ്ട്, പാർട്ടിക്ക് രക്ഷയില്ല. ഈ ഒരു ജനാധിപത്യ പ്രോസസ്സിന്റെ ഭാഗമാവാൻ പാർട്ടിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണല്ലോ ഈ G. സുധാകരന് നേരെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീടിന് നേരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. അല്ല, അതൊക്കെ പക്ഷേ പ്രതിഷേധ പ്രകടനങ്ങളും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിലൊന്നും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയാനില്ല. അതൊക്കെ ആകാം, കാരണം അത് പാർട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഞാൻ എൻ്റെ പാർട്ടിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പാർട്ടിയുടെ നേതാവാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അവരുടെ വീട് വെല്ലുവിളിക്കാനോ അവരെ ചീത്ത വിളിക്കാനോ അവരെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാനോ പോകുന്നതാണുള്ള അപകടം. അതാണ് ഫാസിസ്റ്റ് പ്രവണത എന്ന് പറയുന്നത്. ജനാധിപത്യ പ്രോസസ്സിൻ്റെ ഭാഗമായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തി ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത കാലത്തെ മിലിറ്റൻ്റ് ആയിട്ടുള്ള പാർട്ടി സംവിധാനമാണ്. ആ സംവിധാനം ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കേണ്ടതില്ല. ഇന്ന് ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും ആ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയപരമായിട്ട് ശക്തിയുള്ള ഒരു സമൂഹമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമൂഹം മാറിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതിന് പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലീഡർഷിപ്പിന് ബുദ്ധിപരമായിട്ടുള്ള ശ്രേഷ്ഠത ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കണേ അവർ പ്രതിഭാസമ്പന്നരായിരിക്കണം. മുൻപ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ, ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയിട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലമായിരുന്നു പണ്ടത്തെ. ഇന്ന് ആരെങ്കിലും ഇങ്ങനെ വോട്ട് ചെയ്യുക ഇല്ല. അപ്പോൾ ഇന്ന് വ്യക്തി സ്വഭാവം അതുപോലെ വ്യക്തിപരമായിട്ടുള്ള കഴിവിന്, വ്യക്തിപരമായിട്ടുള്ള പ്രതിഭയ്ക്ക് ഒക്കെ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. അതുകൊണ്ടാണല്ലോ പ്രതിഭാധനന്മാരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കാനായിട്ട് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആഗ്രഹിച്ചിട്ടുള്ളത്. 1957 തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര പൊതുസ്വതന്ത്രം നിർത്തി? അവരൊക്കെ വിജയിച്ചില്ലേ? അവരൊക്കെ പ്രഗത്ഭരായിരുന്നില്ല? VR കൃഷ്ണയ്യരെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിന്നിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ എത്രയോ ആളുകൾ അന്ന് അങ്ങനത്തെ ഒരു ശീലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട്. ഇന്ന് ആ ശീലമില്ല. ഇന്ന് പാർട്ടിക്കകത്ത് കുടിയേറി പാർട്ടിയുടെ കസേരയിൽ ചടഞ്ഞുകൂടി പാർട്ടി പറയുന്ന എല്ലാ വൃത്തികേടുകളും അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള കുറേ അടിമകളുണ്ട്. ആ അടിമകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവസരങ്ങൾ കിട്ടുന്നത്. ആ ശീലമൊക്കെ മാറിയില്ലെങ്കിൽ പാർട്ടി തന്നെ ഉണ്ടാവില്ല. അടിമകളെ കൊണ്ട് ഏതെങ്കിലും പാർട്ടിക്ക് ഒരു രാജ്യത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കാനും വളർത്താനും കഴിയില്ലല്ലോ. അപ്പോൾ പ്രതിഭാശാലികൾ വരണമെങ്കിൽ അവർക്ക് നിൽക്കാനായിട്ടുള്ള ഇടം വേണം, പാർട്ടിക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവണം, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം, ബഹുമാനിക്കണം, കൂടെ കൊണ്ടു നടക്കണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പാർട്ടി മാറേണ്ടത് ആവശ്യമാണെന്ന് കേരളത്തിലെ കണ്ണൂരൊഴിച്ചുള്ള ജില്ലകളൊക്കെ കേരളത്തിലെ പാർട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ TK ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പാർട്ടിക്കെതിരൊന്നുമല്ല, പക്ഷേ പാർട്ടിക്ക് പല അപജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അതിനെ തുറന്നു കാണിക്കുക, അതിനെതിരെ പോരാടുകയാണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഒരു വിമർശനം വരുമ്പം അതിനെ സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിമർശനം നടത്തുന്ന ഒരാളെ ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു അല്ല. മതരാഷ്ട്രമാണ്. അതായത് ഒരു മതത്തിന്റെ, കൃത്യമായിട്ടും ഒരു മതത്തിന്റെ ബോധമാണ്. ആ മതബോധമാണോ ഈ പാർട്ടിയെ പിടികൂടിയിരിക്കുന്നത്? അല്ല, ഫാസിസ്റ്റ് സ്വഭാവ സവിശേഷതയുടെ ഒരു പാർട്ടാണത് ഈ മതബോധ ഗോത്രബോധ സങ്കല്പം എന്ന് പറയും. അത് മാറ്റണം. അത് മാറ്റിയാൽ മാത്രമാണ് പാർട്ടി ജനാധിപത്യവൽക്കരിക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഈ പാർട്ടിയുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച ഒരാളാണ് എന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞു. ശരിയല്ലേ? അതെ. അങ്ങനെ കുറ്റം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്? അതിൽ കഥയില്ലേ? പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അയാളപ്പോൾ ശത്രുപാളയത്തിലെ ആയുധമായി മാറുകയാണല്ലോ ചെയ്യുന്നത്. ഇവർക്കും ഈ എതിർക്കുന്നവർക്കും കുറ്റം പറയുന്നവർക്കും ഉള്ള പരിമിതികളാണ്. അവർ നേരെ പോയി ചെന്ന് UDF കോൺഗ്രസ് ആകുന്നു. അത് പാടില്ല. അവർക്ക് ഈ കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് നിൽക്കണം. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കണം. അത്രയല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതല്ല ഇവരെല്ലാം ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാനിപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെയും അതേപോലെ തന്നെ ഗോവിന്ദൻ്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ പല സഹാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ച ഒരാളാണ്. അത്രയും സൗകര്യങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല, കുഞ്ഞികൃഷ്ണൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ പാർട്ടിയുടെ കൂടെ നടക്കുന്ന ആളല്ലേ. പാർട്ടി ഭരണമൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ ഈ കാലം മുഴുവൻ നടന്നിരുന്നത്. അപ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ യു ഷുഡ് ബി ക്രിട്ടിക്കൽ. പക്ഷെ കുഞ്ഞികൃഷ്ണൻ എവിടെ എത്തിയില്ല, ഗോവിന്ദൻ മാഷെ പോലെ അല്ലെങ്കിൽ ശ്യാമളയെ പോലെ. അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റില്ല. ഒന്നാമൻ ഒരാളുണ്ടാവുള്ളൂ എവിടെയും, അല്ലേ? ശരിയല്ലേ? ടി കെ ഗോവിന്ദനും പിണറായിയും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് നടന്നിരുന്നതാണ്. പിണറായി മുഖ്യമന്ത്രിയെ, ടി കെ ഗോവിന്ദന് ആവാൻ പറ്റിയില്ല. അത് നമ്മുടെ ലോക വ്യവസ്ഥയുടെ പ്രത്യേകമാണ്. മത്സരിക്കുമ്പോൾ ഒരാൾക്ക് ഒന്നാമനാവാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് 2, 3, 4 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. പക്ഷെ ഗിരിവേഗമൊന്നും പറയുന്നുണ്ട്, എന്നെ എന്തിനിങ്ങനെ ചവിട്ടിത്താഴ്ത്തി, അത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇത്രയും പ്രവർത്തിച്ച ഒരാളെ ഒന്നുമല്ലാതാക്കി ചവിട്ടിത്താഴ്ത്തി കളഞ്ഞു. എന്നിട്ട് തന്റെ കൂടെയുള്ള ഒരു തന്നെ തനിക്ക് മുകളിൽ കയറി. പാർട്ടിക്കകത്തുള്ളവരുടെ കസേര കളികളിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്. അതായത് ഇവിടെ നോക്കാനില്ല അതിനകത്ത്. നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ റോസ ലക്സംബർഗിൻ്റെ കാലം മുതൽ ഇത് തന്നെ. റോസ ലക്സംബർഗ് എന്താണ് ആവശ്യപ്പെട്ടത്? എതിരായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അവർ പറഞ്ഞത്. എതിർക്കുക, അതിന് എനിക്ക് സ്വാതന്ത്ര്യം തരിക. അത് കൊടുക്കാത്തിടത്തോളം കാലം പാർട്ടിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അവസാനം ഒരു കാര്യം പറയാം. കോൺഗ്രസിനെ കുറിച്ചുള്ള സ്ഥിരമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് പലർക്കും പല അഭിപ്രായങ്ങളാണ്, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അടിയാണ് എന്നുള്ളതാണ്. ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല ആളുകളും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും അടി തന്നെയാണല്ലോ. അല്ലെ, മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങളുടെ ഭാഗമാണ് അതൊക്കെ. അവനുണ്ടാവുന്ന പാർട്ടിയിലൊക്കെ ഇത് വരും. കോൺഗ്രസ് എന്തെങ്കിലും തല്ലുപിടിക്കാൻ നമുക്ക് ചോദിക്കാം. കേഡർ പാർട്ടിയല്ല. അല്ല, കേഡർ പാർട്ടി ആയിക്കഴിഞ്ഞാൽ കേഡർ പാർട്ടി ജനാധിപത്യവൽക്കരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടല്ലോ, ഉൾപാർട്ടി ജനാധിപത്യം. അതില്ലല്ലോ CPM ഇപ്പോൾ. അതുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ പരിഹരിക്കപ്പെടാവുന്നതാണ്. മാത്രമല്ല, കേഡേഴ്സ് എന്ത് ചെയ്യണം? സ്വന്തം അഭിപ്രായം ഈ ഘടകത്തിൽ വെട്ടിത്തുറന്ന് പറയാനായിട്ടുള്ള ആർജവം കാണിക്കണം. അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഇല്ല പാർട്ടിക്കകത്ത്. അതിൻ്റെ കൂടി ദുരന്തമായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടി. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിണറായിക്കെതിരെ പറയേണ്ടി വരും. പറയണം, അത് പറ്റില്ലല്ലോ. പറയട്ടെ, പറഞ്ഞിട്ട് അവർ ഇറങ്ങിയേക്കട്ടെ. വലിയ ഘോഷയാത്രക്കുള്ള തലപ്പത്തിരിക്കുന്ന ആളാണ് ഇതിന്റെ എല്ലാം കുഴപ്പക്കാരെന്നാണോ? തലപ്പത്തിരിക്കുന്നവരെല്ലാം കുഴപ്പക്കാരെന്നാണ് ഈ പറഞ്ഞത്. ഈ താഴെത്തട്ടിലുള്ളവരുടെ കുഴപ്പക്കാരാണ്. അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും. സംസ്ഥാന കമ്മിറ്റി എന്തിനാണ് കേരളത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി? നോക്കുകുത്തിയായിരിക്കാൻ അവരെ അഭിപ്രായ പ്രകടനം നടത്തണ്ടേ? അപ്പോൾ എല്ലാ ആളുകളും വരുന്ന വീഴ്ച ഒരു ഏകാധിപതി വളരുന്നതിന് സഹായകരമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏകാധിപതിയെ മാത്രമല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, അയാളെ അങ്ങനെ ആക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഭക്തവത്സല സംഘം, അവരാണ് മുഴുവൻ കുഴപ്പക്കാരെന്നാണ് ഞാൻ പറയുന്നത്.